പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തലസ്ഥാനത്തെത്തും. അദ്ദേഹം എത്തുന്നതോടെ ബിജെപി ഇതുവരെ കാത്തു സൂക്ഷിച്ച ആ സ്ഥാനാർത്ഥി, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആരാണ് എന്ന സസ്പെൻസ് പുറത്തുവരുന്നത് മാത്രമല്ല, മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ അഭിമാന ദൌത്യമായ ഗഗൻയാൻ ദൌത്യത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആ അഭിമാന താരമായ മലയാളി ആരാണ് എന്ന സസ്പെൻസും പ്രധാനമന്ത്രി പങ്കുവയ്ക്കും. അതായത് ഇത്രയും കാലം രഹസ്യമാക്കി വെച്ച ഇന്ത്യൻ ബഹിരാകാശ യാത്രികരുടെ പേര് വിവരങ്ങളായിരിക്കും പ്രധാനമന്ത്രി എത്തുന്നതോടെ പുറത്തുവരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് ഗഗൻയാൻ ദൌത്യത്തിലെ മലയാളി പൈലറ്റ് ആരായിരിക്കും എന്നതാണ്. അദ്ദേഹത്തെ അറിയാനായി കേരളക്കര മുഴുവൻ കാതോർത്തിരിക്കുകയാണ്. ദൌത്യത്തിനു വേണ്ടി പരിശീലനം നേടിയവരിൽ ഒരാൾ മലയാളി എന്ന സൂചനകൾ ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു. ഇദ്ദേഹം വ്യോമസേനയിലെ സ്ക്വാഡ്രൺ ലീഡറായുള്ള ഉദ്യോഗസ്ഥനാണ് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യരെയും വഹിച്ചുകൊണ്ടുള്ള സമ്പൂർണ്ണ ഗഗൻയാൻ മിഷനിൽ ബഹിരാകാശത്തേക്ക് പോകുന്നവരിൽ ഒരാൾ മലയാളിയായേക്കും. ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സന്ദർശിച്ച് ഗഗൻയാൻ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തും. ഇതിന് പിന്നാലെയാകും മലയാളി ആര്, അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുന്ന 4 പേർ ആരാണ് എന്ന പ്രഖ്യാപനമുണ്ടാവുക. ഗഗൻയാൻ ദൌത്യത്തിലെ 4 അംഗ യുദ്ധവിമാന പൈലറ്റുമാരിലാണ് ഈ ഒരു മലയാളിയുമുള്ളത്. സ്ക്വാഡ്രൺ ലീഡർ റാങ്കിലുള്ള മലയാളി എന്നാണ് വിവരങ്ങൾ. വിവരങ്ങളൊക്കെ നാളെയോടെയായിരിക്കും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുക. ബഹിരാകാശ യാത്രയ്ക്ക് മുന്നോടിയായി ഇന്ത്യയിൽ പരിശീലനം തുടരുന്ന 4 പേരിലാണ് ഒരു മലയാളി കൂടി ഉൾപ്പെട്ടിരിക്കുന്നത്. 2025 മനുഷ്യർ ഉൾപ്പെടുന്ന പൂർണ്ണ ഗഗൻയാൻ ദൌത്യം സാധ്യമാക്കുക എന്നതാണ് ISRO ലക്ഷ്യമിടുന്നത്. ബഹിരാകാശ രംഗത്തെ സൂപ്പർ പവർ ആക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിലെ പ്രധാന ദൌത്യങ്ങളിലൊന്നാണ് ഗഗൻയാൻ. 2019 ഇതിനായി 4 വ്യോമസേന പൈലറ്റുമാരെ തിരഞ്ഞെടുത്ത് റഷ്യയിലേക്ക് പരിശീലനത്തിന് അയച്ചിരുന്നു. തിരിച്ചെത്തിയ ഇവർക്ക് ISROയും പരിശീലനം നൽകി. പദ്ധതി അന്തിമഘട്ടത്തിലേക്ക് അടുത്തതോടെയാണ് ബഹിരാകാശത്തേക്ക് പോകുന്നവരുടെ പേരുകൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. 4 യാത്രികരെ ബഹിരാകാശത്തെത്തിച്ച് 3 ദിവസത്തിന് പിന്നാലെ സുരക്ഷിതമായി തിരികെ ഭൂമിയിൽ എത്തിക്കുക എന്നതാണ് ഗഗൻയാൻ ദൌത്യം. ഇതിനുവേണ്ടിയുള്ള തുടർച്ചയായ പരീക്ഷണങ്ങളൊക്കെ ISRO ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തലസ്ഥാനത്ത് എത്തുന്നതോടെ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാകും. തലസ്ഥാനത്തെ സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രി എത്തുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കുമോ, അല്ലെങ്കിൽ വേദിയിൽ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹം ആരാണ്, അല്ലെങ്കിൽ ആരാണ് തിരുവനന്തപുരത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി എന്നത് പ്രഖ്യാപിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്ര സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് തലസ്ഥാനത്തേക്ക് മോദി എത്തുന്നത്. അതേസമയം A ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ കാര്യം ഇപ്പോഴും പുറത്തു വരുന്നില്ല. പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ വേദിയിൽ അദ്ദേഹം തന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനകളും പുറത്തുവരികയാണ്. സ്ഥാനാർത്ഥി കാര്യത്തിൽ ഇടപെടണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിനോട് കേന്ദ്ര നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. നിർമ്മല സീതാരാമൻ മുതൽ ചലച്ചിത്ര താരം ശോഭന വരെ പല പേരുകളൊക്കെ ചർച്ച ചെയ്തെങ്കിലും ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിലാണ് എന്ന സൂചനകളാണ്. എന്നാൽ കേന്ദ്രമന്ത്രിയെ രാജീവിന് തലസ്ഥാന മണ്ഡലത്തിലെ പരിചയക്കുറവൊക്കെ തടസ്സമായും പറയുന്നുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ 1.5 ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ തൃശൂരിൽ മോദി എത്തിയിരുന്നെങ്കിലും പുതുവർഷത്തിൽ തിരുവനന്തപുരത്ത് എത്തുന്നതും ഇത് ആദ്യമായാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിൽ രാവിലെ 10:30 എത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് പോകും. VSSCയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 1:20 തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിക്കും. 28-ാം തീയതി ഉച്ചയ്ക്ക് 1:10 തിരുനെൽവേലിയിൽ നിന്നും ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരം വ്യോമസേന ടെക്നിക്കൽ ഏരിയയിൽ തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് 1:15 മഹാരാഷ്ട്രയിലേക്ക് തിരികെ പോകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.